കഥ തുടരുന്നു. ഭാഗം 4. മുസ്ലിം പെൺകുട്ടികളെ മുൻകാലങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് കുറുക്കാറുണ്ടായിരുന്നു, മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും. നമ്മുടെയൊക്കെ മുൻ തലമുറയിലെ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചതും പ്രസവിച്ചതുമൊക്കെ സാധാരണ സംഭവമായിരുന്നു. 1986 ഏപ്രിലിൽ ജനിച്ച ഒരാൾക്ക് 2004 സെപ്റ്റംബറിൽ ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ ബാലവിവാഹ നിരോധന നിയമവും പോക്സോയൊക്കെ വരുന്നതിന് മുമ്പുള്ള സംഭവമായതുകൊണ്ട് അതിൽ നിയമവിരുദ്ധമായി കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവരുടെ അന്നത്തെ ട്യൂഷൻ അധ്യാപകൻ കൂടിയായിരുന്ന ഇന്നത്തെ ഭർത്താവിനെതിരെ ഒരു കേസിനുള്ള വകുപ്പുണ്ട്. നാട്ടുകാർക്ക് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്ന ഒരാൾ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ കുമിളകൾ പറത്തി ഒളിച്ചോടുകയല്ല വേണ്ടത്. കുറഞ്ഞപക്ഷം പ്രസവത്തിൽ മരിച്ച ജ്യേഷ്ഠത്തിയുടെ മകളാണ് ആ കുഞ്ഞ് എന്ന് പലരോടും പറഞ്ഞത് ജാള്യത മറച്ചുവെക്കാനുള്ള കള്ളമായിരുന്നു എന്നെങ്കിലും സമ്മതിക്കണം. അവരിപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ട് പയറുമണി പോലെ ഓടി നടക്കുന്നത് ജനങ്ങൾ കാണുമ്പോൾ ആ കള്ളം ആവർത്തിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിയാസ് മലബാരി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു കാര്യമാണ് ഇത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ധാർമ്മികതയിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ നിയമവശങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. ഇവിടെ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ മാത്രമുണ്ട്. ഷഹനാസെ, ഒരു അവിഹിതമുണ്ട്. അവിഹിതം എന്ന് പറയാം, പീഡനം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അവിഹിതം എന്ന് പറയാം. കാരണം ഈ പറയുന്ന പ്രായപരിധിയും ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ നിയമങ്ങളൊക്കെ വന്നത് പിന്നീടാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ പീഡനമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്താണെങ്കിലും ട്യൂഷന് വന്ന ഒരു വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കുന്നു. ആ ഗർഭിണിയായ ആ വിദ്യാർത്ഥിനി 2004 സെപ്റ്റംബറിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ വിദ്യാർത്ഥിനിയാണ് പിന്നീട് രാമനാട്ടുകര യുണീക്ക് കോളേജിൽ +2 പഠിക്കാൻ വേണ്ടി എത്തുന്നതും പാരലൽ കോളേജിൽ എത്തുന്നതും. അതേ വിദ്യാർത്ഥിനിയാണ് ചെറുവണ്ണൂരിലെ മേഴ്സി കോളേജിൽ ഡിഗ്രിക്ക് എത്തുന്നതും. അതേ വിദ്യാർത്ഥിനിയാണ് ഗുരുവായൂരപ്പൻ കോളേജിൽ തുടർ വിദ്യാഭ്യാസത്തിന് എത്തുന്നതും. അവിടെ IAS ലഭിച്ചു എന്ന് പറഞ്ഞ് ഈ പറയുന്ന കോളേജ് അധികൃതരെ പറ്റിച്ചതും അതേ വിദ്യാർത്ഥിനിയാണ്. ഇവിടെ ധാർമ്മികത നന്നായിട്ടുണ്ട്. കാരണം തൻ്റെ അടുക്കൽ വിദ്യ നുകരാൻ വന്ന ഒരു വിദ്യാർത്ഥിനിയെ ട്യൂഷൻ അധ്യാപകൻ പീഡിപ്പിക്കുന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ വയസ്സിൻ്റെ കാര്യം ഞാൻ പറയാത്തതിൻ്റെ കാര്യം അത് അന്ന് ഈ നിയമങ്ങളില്ലാത്തത് കൊണ്ട് ഈ വയസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഇവിടെ ഒരു ധാർമ്മികതയുണ്ടല്ലോ. ആ ധാർമ്മികത എന്ന് പറയുന്നത് ഈ പറയുന്ന ട്യൂഷൻ അധ്യാപകൻ വിദ്യാർത്ഥിനിയുമായി തുടങ്ങിയ ബന്ധമാണ്. പീഡിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അവിഹിതം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിപ്പോൾ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി നടന്നതാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് അന്ന് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി നടന്ന കാര്യമായതുകൊണ്ട് ഇവിടെ ഈ ചൂഷണത്തിനെതിരെ ഷഹനാസിന് യാതൊരുവിധ പരാതിയും ഇല്ലേ? ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കണ്ടേ? ഇതിനെതിരെ പോരാടണ്ടേ? ഇവിടെ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടേ? ഇവിടെ സ്ത്രീ ഒരു 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥിനി അല്ലേ? അപ്പൊ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണല്ലോ +2 പഠനത്തിന് വേണ്ടി എവിടെ എത്തുന്നത്? രാമനാട്ടുകരയിലെ യുണീക്ക് കോളേജിൽ എത്തുന്നത്. അപ്പോ ഈ കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴാണ്? 2004 സെപ്റ്റംബറിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. 2004 ഈ കുഞ്ഞിന് പ്രസവം നൽകിയ അമ്മ ജനിച്ചത് എപ്പോഴാ? 1986 ഏപ്രിലിൽ. അത് പറഞ്ഞാൽ 86 ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് 18 വയസ്സായപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഷഹനാസിന് ഒരു വലിയ സ്കോപ്പുണ്ട്, 4 ആൾ അറിയാനുള്ള ഒരു സ്കോപ്പുണ്ട്. വേണമെങ്കിൽ ഏറ്റുപിടിക്കാം, അല്ലേ? വേണമെങ്കിൽ വാർത്താ സമ്മേളനം നടത്താം, വേണമെങ്കിൽ ഇരയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പല വാർത്താ സമ്മേളനങ്ങൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങുകൾ നടത്താം.
ഇവിടെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോക്സോ കേസ് പരാതി പോലും വരാനുണ്ട്, അത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ നാട്ടിലെ എല്ലാ അമ്മമാരുടെയും സ്ത്രീകളുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ ഹോൾസെയിൽ സംരക്ഷകരായിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ട് നടന്നത് അല്ലേ. ഇവിടെ ഇപ്പോൾ ആർക്കെതിരെയാണ് പോക്സോ ഉണ്ടാവേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണോ അതോ ട്യൂഷൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കുഞ്ഞിന് ജന്മം നൽകിയ ഈ ട്യൂഷൻ അധ്യാപകനെതിരെയാണോ പോക്സോ ഉണ്ടാവേണ്ടത്? ഷഹനാസെ ഓടി വരൂ, കേരളത്തിൽ വലിയ ഒരു സ്കോപ്പുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തെക്കാളൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ സ്കോപ്പുള്ള വലിയ ഒരു വിഷയം വീണ് കിട്ടിയിട്ടുണ്ട്. ഓടി വരൂ, ദുബൈയിലാണെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓടി വരൂ, വാർത്താ സമ്മേളനം നടത്താൻ നമുക്ക്, ഓടി വരൂ. അപ്പം നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ അധ്യാപകന്, ആരാണ് ഈ വിദ്യാർത്ഥിനി, ഏതാണ് ട്യൂഷൻ സെൻറ്റർ എന്നൊക്കെ ഞാൻ ചോദിക്കും. നിങ്ങളിതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ, ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്കിതൊക്കെ അറിയണമെങ്കിൽ വേണമെങ്കിൽ ആരോട് ചോദിക്കാം? ഷഹനാസിനോട് ചോദിക്കാം. ഷഹനാസിനറിയാം. കാരണം എന്താ? ഷഹനാസ് കേരളത്തിലെ സ്ത്രീകളുടെയൊക്കെ സംരക്ഷകയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഷഹനാസ് നല്ല ബോധവാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷഹനാസിന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഷഹനാസിനോട് ചോദിച്ചാൽ മതി. മനസ്സിലായില്ലേ? എന്താണെങ്കിലും എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥിനിക്ക് തൻ്റെ കുഞ്ഞിനെ എന്തുകൊണ്ട് അത് പ്രസവത്തിൽ മരിച്ചുപോയ ചേച്ചിയുടെ കുഞ്ഞാണ് എന്ന് പറയേണ്ടി വന്നു? അതിനുള്ള കാരണം, ഇവിടെ ഈ കുഞ്ഞ് ജനിച്ചതും അവിഹിതം നടന്നതും ഒക്കെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയതോ ഒന്നുമല്ല. കാരണം ഇപ്പോൾ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ 18 വയസ്സ് എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ്, ഈ നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് 14-ലും 15-ലും 16-ലും ഒക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ഒരുപാട് മുമ്പ് നടന്ന കാര്യങ്ങളായതുകൊണ്ട്, അന്ന് ഈ പ്രായത്തിൻ്റെ നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെ ഒരു മാനദണ്ഡങ്ങളില്ലാത്തതുകൊണ്ട് പ്രായം വെച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ അവിഹിതമാണ്. കാരണം എന്താ? തൻ്റെ അടുക്കൽ ട്യൂഷന് വന്ന വിദ്യാർത്ഥിനിയുമായി അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അധ്യാപകൻ അവിഹിത ബന്ധം തുടങ്ങുന്നു, അതിലൂടെ വിദ്യാർത്ഥിനി ഗർഭിണിയാകുന്നു, കുഞ്ഞിന് ജന്മം നൽകുന്നു. ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പീഡനമാക്കി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ടല്ലോ. ആ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണല്ലോ ഇത് ചേച്ചിയുടെ കുഞ്ഞാണ് എന്ന് പറയേണ്ടി വന്നത്. ആ ചേച്ചി ഡെലിവറി സമയത്ത് ചേച്ചി മരിച്ചുപോയി, കുഞ്ഞ് ബാക്കിയായി, ആ കുഞ്ഞാണ് ഇത് എന്നാണ് എവിടെ പറഞ്ഞത്? രാമനാട്ടുകരയിലെ യുണീക്ക് കോളേജിൽ പറഞ്ഞത്. എവിടെ പറഞ്ഞത്? ചെറുവണ്ണൂരിലെ മേഴ്സി കോളേജിൽ പറഞ്ഞത്. അങ്ങനെയാണ് ചെറുവണ്ണൂരിലെ മേഴ്സി കോളേജിൽ വെച്ച് മറ്റൊരാളുമായി പ്രണയത്തിലുമായത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സംരക്ഷകരൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും വലിയ ഒരു സ്കോപ്പുള്ള കാര്യമാണ്. വലിയ വാർത്താ സമ്മേളനം നടത്താം. ഇപ്പോൾ ലക്ഷങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണല്ലോ ലക്ഷങ്ങൾ തരാൻ ആളുള്ളത്. ഇപ്പം ഈ കാര്യത്തിൽ വാർത്താ സമ്മേളനം നടത്തിയാൽ ലക്ഷങ്ങൾ തരാൻ ആളുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സ്കോപ്പ് ഞാൻ തീരെ കാണുന്നില്ല. ലക്ഷങ്ങൾ എവിടെ നിന്നും കിട്ടൂല. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്ത്രീകളുടെ സംരക്ഷകരാകുമ്പോൾ, ഹോൾസെയിൽ തള്ളമാരാകുമ്പോൾ ഒരു വാർത്താ സമ്മേളനമെങ്കിലും നടത്തണം. കാരണം നിങ്ങളാണല്ലോ സ്ത്രീകളെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്ന ആളുകൾ. അപ്പോൾ ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം സംഭവവികാസങ്ങൾ പുറം ലോകം അറിയുമ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തണം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഒരു വാർത്താ സമ്മേളനമെങ്കിലും. ഒന്നും കിട്ടിയില്ലെങ്കിലും ആത്മാർത്ഥത എന്നൊന്ന് പറയുന്നതുണ്ടല്ലോ. കാരണം നിങ്ങളൊക്കെ വലിയ ആത്മാർത്ഥതയുള്ള സ്ത്രീകൾ, വളരെയധികം സംരക്ഷിക്കപ്പെടണം, അവരുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം, വകവെച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്ന എല്ലാ ആത്മാർത്ഥതയുമുള്ള ആളുകളാണല്ലോ. അപ്പോൾ
ഇവിടെ നമ്മൾ സാധാരണ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നത് നമുക്ക് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. സംടൈം നമ്മൾ ചില കാര്യങ്ങൾ ഒരു 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 സർവീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. അതിന് നമുക്ക് പ്രതിഫലങ്ങളൊന്നും ചിലപ്പോൾ കിട്ടും, ചിലപ്പം കിട്ടാത്തതുണ്ടാകും. അതൊക്കെ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടിയാൽ മതി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയതിന് എന്തായാലും ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, വാർത്താ സമ്മേളനം നടത്തിയതിന്. ഇപ്പോൾ ഇതുപോലെ ഇത് ലക്ഷങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു വാർത്താ സമ്മേളനമെങ്കിലും നടത്തണം ഷഹനാസെ, പ്ലീസ്. ഇതൊരു അപേക്ഷയാണ്. ഷഹനാസിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടില്ലെങ്കിൽ ഷഹനാസിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും സംഭവം ഇതാണ്. ഈ 2000 ആ വിദ്യാർത്ഥിനി, ഞാൻ ആ കാലയളവ് പറയാത്തത് കാരണം അന്ന് ഇതൊരു ഈ പറയുന്ന ബാലവിവാഹം, പോക്സോ എന്നൊന്നും അങ്ങനെ നിയമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ ഇല്ലാത്തൊരു സമയത്താണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ആ പ്രായത്തിനോ അല്ലെങ്കിൽ ആ കാലയളവിനോ വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല, അത് വിട്ട്. എന്താണെങ്കിലും ഇവിടെ നടന്നിരിക്കുന്നത്, ട്യൂഷന് വന്ന വിദ്യാർത്ഥിനി ട്യൂഷൻ അധ്യാപകനുമായിട്ട് ഒരു അവിഹിതം ഉണ്ടാകുന്നു. ആ അവിഹിതത്തിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോനില അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻ്റൽ സ്റ്റേജ് പോലും ആ വിദ്യാർത്ഥിനിക്ക് പ്രസവശേഷം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, അത് അത്രയും വലിയ ട്രോമയിലായിരുന്നു ആ വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളൊക്കെ വലിയ ട്രോമയാണല്ലോ അവരൊക്കെ ഫേസ് ചെയ്തത്. അതുപോലെ തന്നെ വലിയ ട്രോമയിലായിരുന്നു ആ വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെയുള്ള ഈ കുഞ്ഞിനെ തൻ്റെ സഹപാഠികൾക്ക്, തൻ്റെ പരിചയക്കാർക്ക് ഒക്കെ ഈ വിദ്യാർത്ഥിനി പരിചയപ്പെടുത്തി കൊടുത്തത് അത് എൻ്റെതാണ് എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രോമയിലൂടെ കടന്നു പോയതുകൊണ്ട് ആ വിദ്യാർത്ഥിനി പറഞ്ഞത്, ഇത് എൻ്റെ മരിച്ചുപോയ ചേച്ചിയുടെ കുഞ്ഞാണ്, പ്രസവത്തിൽ ചേച്ചി മരിച്ചു, കുഞ്ഞ് മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു, ആ കുഞ്ഞാണ് എൻ്റെ കൂടെയുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ സ്വന്തം കുഞ്ഞിന് ജന്മം നൽകിയ ആ വിദ്യാർത്ഥിനി അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം വലിയ ട്രോമയായിരിക്കും ആ വിദ്യാർത്ഥിനി അനുഭവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഷഹനാസിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റുപിടിച്ച് കൊണ്ടു നടന്ന് നീതി വാങ്ങിക്കൊടുക്കുന്ന ഷഹനാസ്, പ്ലീസ് ദയവ് ചെയ്ത് ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ മുന്നോട്ട് വരണം. ആ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു വിദ്യാർത്ഥിനി അധ്യാപകൻ്റെ അടുത്ത് ട്യൂഷന് പോകുന്നത് എന്തിനാ? വിദ്യ നുകരാൻ വേണ്ടിയിട്ട് അല്ലേ? ആ വിദ്യ നുകരാൻ പോയ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് താൻ പ്രസവിച്ച കുഞ്ഞ് തൻ്റേതാണെന്ന് പറയാൻ കഴിയാത്ത അത്രയധികം വലിയ ട്രോമയിലൂടെയായിരുന്നു ആ വിദ്യാർത്ഥിനി കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഷഹനാസിനെ പോലെയുള്ള സ്ത്രീ സംരക്ഷകർ മുന്നിൽ നിന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു